മോളെ കുടിക്കരുത്. ഭാവനയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? പിന്നെ ഞാനെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വല്യമ്മേ വേണ്ട. മോള് മിണ്ടാതിരിക്ക. ഇത് നിന്നെ വീണ്ടും ചതിക്കാനുള്ള കെണിയാ. ജാനകി അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഭാവനയോട് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെയാ ഭാവന ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ മോക്ക് ഭാവനയ്ക്ക് കിട്ടുന്നതിൽ നിന്നും ഒരു വിഹിതം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ ഇനി ഒരിക്കലും ഞങ്ങൾ ഭാവനയെ ദ്രോഹിക്കില്ല ജാനകി. പകരം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തം പോലെ ഞാൻ പരിചരിച്ചോളാം. മോളെ, പാപിയായി ഈ ആന്റിയോട് മോള് ക്ഷമിക്കുമോളെ. ഏയ് എന്താ ആന്റി ഇത്? ഈ ജ്യൂസ് ഞാൻ കുടിച്ചു കാണിക്കാം. ഏയ് ആന്റി, മോളെ, ഈ എന്നോട് ഒരു സംശയമില്ലാതെ നീ സ്നേഹിച്ചല്ലോ. മോളെ ആന്റി, മോളെ. പ്രസീത, ഞാൻ ഈ ഒരു രംഗം നേരത്തെ പ്രതീക്ഷിച്ചതാ. കാരണം മാനസയ്ക്ക് ഭാവനയ്ക്ക് കിട്ടുന്നതിന്റെ ഒരു വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം നിന്റെ മുഖത്ത് ഞാനൊരമ്മയുടെ സ്നേഹം കണ്ടു. ദേ, ഇതാ ഞങ്ങളുടെ ഭാവന. ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഇവക്കൊരു ആയുധമേ ഉള്ളൂ: സ്നേഹം. മോളെ, ഇനി ഈ വീട്ടില് എന്റെ ആവശ്യം നിനക്കില്ല. അത്രയ്ക്ക് ശക്തരായ രണ്ടമ്മമാരാ നിനക്ക് ചുറ്റും നിൽക്കുന്നത്. എന്താ ജയ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? അതെ ജാനകി. ഇനി ഭാവന തന്നെയായിരിക്കും ഈ വീടിന്റെ വിളക്ക്. രണ്ട് കൺമണികൾ കൂടി ഈ വീട്ടിലേക്ക് വന്ന ഇവിടെ സ്വർഗമായിരിക്കും.